പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു വീക്കെൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആലസ്യമൊക്കെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഉണ്ടാകും. പക്ഷേ വാർത്തകളെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്നും നിരവധി വാർത്തകൾ ഉള്ള വളരെ സജീവമായിട്ടുള്ള ഒരു വാർത്താ ദിനമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലവും പ്രതികൂലവുമായ രണ്ട് തീരുമാനങ്ങൾ രണ്ട് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു പരാതി എഴുതി കിട്ടിയാൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്ന് തോന്നിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 10 ദിവസം പിന്നിടുന്നു. 10ാം ദിവസവും ഒളിവിലാണ്. ഒളിവിൽ വളരെ ആഡംബര ജീവിതം അല്ലെങ്കിൽ വലിയ സുഖസൗകര്യങ്ങളോടെയുള്ള ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്നു എന്ന വിവരങ്ങളാണ് പല റിപ്പോർട്ടുകളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. അങ്ങനെ 10 ദിവസം രാഹുലിനെ ഒളിവിൽ സുഖജീവിതത്തിന് വിട്ടതാരാണ്, എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ന്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അവിടെ അനുകൂല നിലപാട് ഇന്ന് രാഹുലിനുണ്ടാവുകയാണ്. 23-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദത്തിലേക്ക് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. കോടതി അറസ്റ്റ് തടഞ്ഞില്ല എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അത് ആദ്യത്തെ കേസിലാണ്. വിശദമായ വാദം കേട്ട ശേഷം തീരുമാനം എടുക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്, ഈ ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. വരുന്ന 15-ാം തീയതിയിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കോടതി പറയുന്നത് ഇതിൽ വിശദമായ വാദം കേൾക്കണമെന്നതാണ്. വിശദമായ വാദം കേൾക്കണമെന്നും അറസ്റ്റ് തടയരുതെന്നും പ്രോസിക്യൂഷനും ഈ കാര്യത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അവിടെയുള്ള കേസ്. പരാതി നൽകാനുണ്ടായ കാലതാമസം, പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയത് രാഷ്ട്രീയ പ്രേരിതം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം ആണ് എന്നും ആ ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നത് അനുചിതമെന്നും സുപ്രീം കോടതിയുടെ ഉൾപ്പെടെയുള്ള വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 57 പേജുള്ള ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു മുൻപാകെ 32-ാമതായാണ് ഈ ഹർജി ലിസ്റ്റ് ചെയ്തത്. അത് ആദ്യം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. മുൻകൂർ ജാമ്യാപേക്ഷയുടെ ആദ്യ സിറ്റിംഗിൽ വാദം കേൾക്കാതെ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ട് പിന്നീട് പരിഗണിക്കുന്നതാണ് ഈ കാര്യങ്ങളിൽ പതിവായിട്ടുള്ള ഒരു കോടതി രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ ഈ തിരക്കിട്ട ഒരു നീക്കം ഇന്നുണ്ടായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നേരിട്ട് ഇന്ന് ഹാജരാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസിൽ വിശദമായി വാദം കേൾക്കണം എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. തയ്യാറെന്ന് സർക്കാരും പറഞ്ഞു. എന്നാൽ ഹർജിയിൽ പറയുന്നത് ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണെന്നും വിശദമായ വാദം ആവശ്യമാണ് എന്നും ഉള്ള ഒരു നിലപാടിലേക്കാണ് അവസാനം ഹൈക്കോടതി എത്തുന്നത്. അതുകൊണ്ട് ഇത് 15-ാം തീയതി പരിഗണിക്കാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വന്നത്. അതേസമയം പ്രോസിക്യൂഷൻ ഇന്ന് തന്നെ വിശദമായ വാദം കേൾക്കണമെന്നും അറസ്റ്റ് തടയരുതെന്നും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായെങ്കിലും കോടതി അത് കേട്ടില്ല. കോടതി അതിന് തയ്യാറാകാതെ ഇത് 15-ലേക്ക് മാറ്റുകയായിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നതടക്കം ഹർജിക്കാരൻ ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഭരണഘടനാ സ്ഥാപനമായ കോടതിക്ക് മുന്നിലാണ് ഗുരുതര സ്വഭാവമുള്ള ഹർജി എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും താൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് ജഡ്ജി പറയുന്നു. കേസിൽ മുൻവിധിയില്ല, തീരുമാനമെടുക്കാൻ വിശദമായ വാദം ആവശ്യമാണെന്നും 15-ാം തീയതി കേൾക്കാമെന്നുമാണ് കോടതി ഇക്കാര്യത്തിൽ ഒടുവിലെത്തിയ ഒരു നിലപാട്. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ
ഹൈക്കോടതിയിലേക്ക് എത്തിയത്. അവിടെ എന്തായാലും രാഹുലിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ 2 കോടതികളുടെ തീരുമാനത്തിനിടയിലുള്ള സമയം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തടസ്സവും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചില്ലായിരുന്നു. അതിനു മുൻപുള്ള പരാതി കിട്ടിയതിനു ശേഷമുള്ള ദിവസവും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലായിരുന്നു. ഇന്നാണ് കോടതി അങ്ങനെ ഒരു തടസ്സം ഉന്നയിക്കുന്നത്. ഇനി ആ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നത് വരെ രാഹുലിനെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി അറസ്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. മറ്റൊരു ഹർജിയിൽ അത് തിരുവനന്തപുരത്താണ് സമർപ്പിച്ചത്. നമുക്കറിയാം 2 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. രണ്ടാമത്തേത് 23 വയസ്സുകാരി സമർപ്പിച്ച ബലാത്സംഗ കുറ്റം ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നൊരു സാഹചര്യം ഉണ്ട്. രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണം എന്നതായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ അവിടെയും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ FIR നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയില്ലാത്ത FIR ആണെന്നും ഒക്കെയുള്ള രാഹുലിന്റെ വാദം കേട്ടിട്ടും അറസ്റ്റ് കോടതി തടഞ്ഞില്ല. 23-കാരിയെ ബലാത്സംഗം ചെയ്ത എന്ന കേസിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം വേണമെന്ന് കണ്ടുകൊണ്ട് കോടതി അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ ആ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തുറന്നിടുന്നതാണ്. ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. ഒരു അറസ്റ്റിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക എന്നതാണ് രാഹുലിന്റെ അഭിഭാഷകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ കോടതികളിൽ അതിനുള്ള നീക്കങ്ങളാണ് അവർ നടത്തിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ കോടതി ഇപ്പോൾ അത് ആ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. FIR നിലനിൽക്കില്ലെന്നും പരാതിക്കാരിയില്ലാത്ത FIR ആണ് എന്നതുമാണ് രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വാദിക്കുന്നത്. KPCC പ്രസിഡന്റിനാണ് ഈ മെയിൽ കിട്ടിയത്. KPCC പ്രസിഡന്റിന് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ആണ് ഈ പരാതി അയച്ചിരുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റാണ് ഈ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്, പോലീസിന് കൈമാറുന്നത്. അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണ് ഇത് എന്ന ഒരു കാര്യം കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ ആവർത്തിച്ച് പറയുന്നു. ഇതെങ്ങനെ നിലനിൽക്കും എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കേസാണ് ഇത് എന്ന കാര്യവും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇത് 2023 പരാതിയാണെന്നും KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയതുകൊണ്ടല്ലേ ഇതിപ്പോൾ രാഷ്ട്രീയമായി മാറുന്നതെന്നും ഉള്ള ഒരു മറു ചോദ്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേസിൽ വാദം പൂർത്തിയാവുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം പിന്നീട് രാഹുലിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതും കോടതി അംഗീകരിച്ചില്ല എന്നൊരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ പ്രേരിത കേസാണോ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് ഉണ്ടായി. KPCC പ്രസിഡന്റിന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് തോന്നിയതുകൊണ്ടാകാം പോലീസിന് ഫോർവേഡ് ചെയ്തതെന്നും അറസ്റ്റ് തടയാൻ ഈ കോടതിക്ക് അധികാരമില്ല എന്നതുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. 2023 പരാതിയല്ലേ എന്ന് ചോദിച്ച കോടതി ആ സാഹചര്യത്തിൽ അറസ്റ്റ് തടയുന്നതിന് കോടതിക്ക് അധികാരമുണ്ടെന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ അറസ്റ്റ് തടയുന്നില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കേസിൽ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോഴും രാഹുലിന്റെ അറസ്റ്റ് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ സാഹചര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയാകുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ബലാത്സംഗ പരാതികളാണ്. അത് UDFനെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഒരു പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന സാധ്യമായ നിലപാടുകളെല്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അറസ്റ്റ് വൈകുന്നത് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് എന്നത് തുറന്നു കാട്ടാൻ കൂടി അവർ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വൈകുമ്പോൾ ആ രാഷ്ട്രീയ വിവാദം കുറച്ചുകൂടി ചൂട് പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിന് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഇതിനിടയിൽ ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഇന്ന് കോടതി തടഞ്ഞത് അതൊരു സ്വാഭാവിക നടപടി എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. കോടതി സാധാരണ എടുക്കുന്ന നടപടികളുടെ ഭാഗം മാത്രമാണ് അതൊരു തരത്തിലും ഒരു തിരിച്ചടിയോ അങ്ങനെയൊന്നുമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. പകരം മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് രാഹുലിന് ഒളിത്താവളം ഒരുക്കിയത് കോൺഗ്രസ് ആണ് എന്നതാണ്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് രാഹുലിനെ പിടിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം സുരക്ഷിതമായ ഒളിത്താവളം കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നു രാഹുലിന് വേണ്ടി എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്.
പോലീസിനെ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ഇപ്പറയുന്നയാള് ഇവിടുന്ന് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. അപ്പോ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവര് ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കുക. ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. അപ്പോ മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ ഒളിവിൽ കഴിയുന്നതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മേൽ വെക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അവർ ആ ഒളി സങ്കേതത്തിൽ നിന്ന് ആത്മാർത്ഥമാണ് അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാടെങ്കിൽ ഒളി സങ്കേതത്തിൽ നിന്ന് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിന്റെ ഉത്തരവാദിത്തവും കോൺഗ്രസിന് മേൽ വെക്കുക എന്നതാണ് മുഖ്യമന്ത്രി ആ പ്രതികരണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ കെ മുരളീധരന്റെ പ്രതികരണം എന്നത് രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിന് അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് കെ മുരളീധരൻ മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ കസേര മറ്റാരെങ്കിലും ഏൽപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു, പരിഹസിക്കുന്നു. രാഹുലിനെ കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് കെ മുരളീധരൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ അടഞ്ഞ അധ്യായമാണ് എന്നതും കെ മുരളീധരൻ പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് സതീശൻ പറയട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതെയോ? എന്നാ എന്നാ പിന്നെ എന്തിനാ ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അങ്ങോട്ട് ഏൽപ്പിച്ചോട്ടെ, അതും കൂടെ ഏൽപ്പിച്ചോട്ടെ, എന്നാ കണ്ടുപിടിക്കാം. അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അത് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ സംസ്ഥാന DGP, കർണാടക DGPക്ക് ഒരു കത്തയക്കണം. ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം. ഇന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മുഖത്ത് മുഴുവൻ തുപ്പലായ ഒരു അങ്ങേയറ്റം നാണമില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കുകയാണ്. രാഹുൽ എത്ര നാളിങ്ങനെ ഒളിയിൽ കഴിയുമെന്ന് അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ആ ബാധ്യതയില്ല. ആ ചാപ്റ്റർ ഈസ് ക്ലോസ്. ഞങ്ങളോട് ന്യൂസ് 18നോടാണ് കെ മുരളീധരന്റെ ആ പ്രതികരണം വരുന്നത്. ഈ വിഷയത്തിൽ വൈരുദ്ധ്യങ്ങളില്ലാതെ എല്ലാവരും ഒരു നിലപാട് കോൺഗ്രസിൽ സ്വീകരിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. രാഹുൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും കൃത്യമായി അറിയാമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്, സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നതും അടൂർ പ്രകാശ് സൂചിപ്പിക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം വരുത്തിയതാണ് നിലവിലെ തിരിച്ചടിക്ക് കാരണമെന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. കെ സുരേന്ദ്രൻ അത്തരമൊരു അഭിപ്രായം പറയുന്നു. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല. കോടതി നടപടിയിൽ നീതീകരണമില്ല. അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ഈ അറസ്റ്റ് തടഞ്ഞ നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നതാണ് BJP ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല, പക്ഷേ ഒറ്റനോട്ടത്തിൽ 15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിലുള്ള തിരിച്ചടിയാണ്. ഞങ്ങൾ ആദ്യമേ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്.
കയ്യെത്തും ദൂരത്ത് മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ആ ഒളിവിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ശക്തനാണ് എന്നത് തെളിയിക്കാനുള്ള 2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. യുവതിയുടെ ചിത്രം വെച്ച് പോസ്റ്റുകൾ വരികയാണ്. അരിസ്റ്റോ ഷാജി എന്ന FB പേജിലൂടെയൊക്കെയാണ് ഈ പരാതിക്കാരിക്കെതിരായ അധിക്ഷേപ പോസ്റ്റുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത്. സൈബർ ആക്രമണത്തിൽ കർശന നടപടി ഉണ്ടാകും എന്ന് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ വരികയും അതിൽ ഉൾപ്പെട്ടവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി ആ അതിജീവിത ആക്രമിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഒളിവിലിരുന്നു കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നടത്തുന്നത് എന്നത് നമ്മൾ കാണണം. അത് ഒരു ഉദാഹരണം. മറ്റൊന്ന്, ഈ റിനി ആൻഡ് ജോർജ് എന്ന പെൺകുട്ടിയാണ് ആദ്യമായി ചില സൂചനകൾ നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നത്. പേര് പറഞ്ഞില്ല എങ്കിലും അത് കൃത്യമായിരുന്നു. അതാണ് മറ്റ് പരാതികൾക്കൊക്കെ അടിസ്ഥാനമായ, അല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക് കൂടി മുന്നോട്ട് വരാൻ പ്രേരണയായ സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ നേരിടുന്നത് വധഭീഷണി ഉൾപ്പെടെയാണ്. റിനി ആൻഡ് ജോർജിന്റെ കുടുംബത്തിനാകെ വധഭീഷണിയാണ്. അവരുടെ വീടിന് സമീപം ഹെൽമറ്റിലെത്തിയ യുവാവ് വധഭീഷണി മുഴക്കുന്നു. പറയുന്നത് രാഹുലിനെതിരെ സംസാരിച്ചാൽ കൊന്നു കളയും എന്ന ഭീഷണിയാണ്. അപ്പോൾ ആ കുടുംബം നേരിടുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കപ്പെട്ടു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി എന്നത് നമ്മൾ കണ്ടതാണ്. അവർക്കിപ്പോൾ വധഭീഷണി ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 ദിവസമായി ഒളിവിലിരിക്കുന്ന രാഹുൽ ഇപ്പോഴും എത്ര ശക്തനാണ്? ഈ അതിജീവിതമാരെ എതിരെ സംസാരിക്കുന്നവരെയൊക്കെ വേട്ടയാടുന്ന സാഹചര്യം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജാമ്യം ഇപ്പോൾ കോടതികളെ സമീപിക്കുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് രാഹുലിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഈ പരാതിയുമായി മുന്നോട്ട് വന്നവരെ ഉൾപ്പെടെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നത് നമ്മൾ കാണണം. കോടതികളും അവർക്ക് മുന്നിലെത്തുന്ന തെളിവുകളും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വാഭാവികമായും. പക്ഷേ അത് ഉയർത്തുന്ന വെല്ലുവിളി എത്രമാത്രം വലുതാണ് എന്നതാണ് നമ്മൾ ഈ 2 അനുഭവങ്ങളിലൂടെ കാണുന്നത്. ഇപ്പോൾ 2ാമത്തെ കേസിലും ഇനി കോടതി തിങ്കളാഴ്ച എന്ത് നിലപാടെടുക്കുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. അപ്പോൾ ഒളിവിലിരുന്നും ഈ വിധത്തിലുള്ള വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടിരിക്കവെയാണ് ഈ അറസ്റ്റ് വൈകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നത്. അത് സർക്കാരിന് മേൽ വിരൽ ചൂണ്ടുന്നതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കുന്നതിനായി അറസ്റ്റ് തടയുകയാണ് എങ്കിൽ അത് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കും. സർക്കാരിനെ വിശ്വസിച്ച് പരാതി നൽകിയ പെൺകുട്ടികളാണ്. അവർക്കുൾപ്പെടെ ഈ അവസ്ഥ നേരിടുമ്പോൾ രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിൽ മറുപടി പറയേണ്ടുന്ന ബാധ്യത അന്വേഷണ സംഘത്തിന്, സർക്കാരിന് ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. തരൂർ കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായ ഇടവേളകൾക്കിടയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുടിന്റെ വരവ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വരവ് വലിയ ചർച്ചയാണ്. ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാകുന്നതിന്റെ വലിയ സൂചനകൾ അത് നൽകി. ലോകരാഷ്ട്രങ്ങൾ തന്നെ അത് ചർച്ച ചെയ്യുമ്പോൾ പുടിന്റെ ആ വരവ് പോലും കോൺഗ്രസിന് വലിയ തലവേദനയാകുകയാണ് ഒരു തരത്തിൽ. അത് തരൂരിലൂടെയാണ്. പുടിന് രാഷ്ട്രപതി നൽകിയ അത്താഴ വിരുന്നിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയോ പാർട്ടി അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ ഖർഗെയെയോ വിളിച്ചില്ല. ആകെ വിളിച്ചത് തരൂരിനെയാണ്. തരൂര് പോയി അത്താഴം കഴിച്ചു. അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിന് ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് കഴിഞ്ഞ തരൂരിന്റെ പ്രകോപനങ്ങളിലൊന്നും പരസ്യമായി പ്രതികരിക്കാതിരുന്ന കോൺഗ്രസ് നേരിട്ട് പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന മോദി സ്തുതികളും ലേഖനങ്ങളും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ മൗനം പാലിച്ച കോൺഗ്രസ് ആണ് തരൂരിനെതിരെ പരസ്യമായി അതൃപ്തി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പുടിന്റെ വരവിൽ
തരൂരിനും കോൺഗ്രസിനും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നത് നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔദ്യോഗിക വിരുന്ന് നടത്തിയത്. രാജ്യം സന്ദർശിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്ക് രാഷ്ട്രപതി ഭവനിൽ ഇങ്ങനെ അത്താഴ വിരുന്ന് നൽകി ആദരിക്കുന്നത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്, ദീർഘകാലമായിട്ടുള്ള പാരമ്പര്യമാണ്. അവിടെ മറ്റതിഥികൾ ഉണ്ടാകും, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഒക്കെ സാന്നിധ്യവും ഉണ്ടാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഒരുക്കിയ ഔദ്യോഗിക അത്താഴ വിരുന്നിലേക്ക് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിച്ചില്ല. അത് വിവാദമായി. രാഹുൽ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം തേടിയിരുന്നു. അത് നൽകാത്തത് ഇതിനോടകം തന്നെ വിമർശന വിധേയമായ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് എം പി ശശി തരൂരിനെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് ക്ഷണം ലഭിച്ചുവെന്നും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തത് എന്താണ് എന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല, ക്ഷണം നൽകിയതിന്റെ അടിസ്ഥാനം എന്താണ് എന്നതും തനിക്കറിയില്ല എന്നാണ് തരൂര് മാധ്യമങ്ങളോട് പറഞ്ഞത്. തനിക്ക് ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നും തരൂർ പറഞ്ഞിരുന്നു. അങ്ങനെ തന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിലെന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ആ ചടങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ തരൂർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ആ വിരുന്നിന്റെ ചിത്രങ്ങൾ ശശി തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്തു. വിരുന്നിൽ പങ്കെടുത്തതിലൂടെ ഈ കുടുംബാധിപത്യത്തിനെതിരായൊക്കെ ഉള്ള ലേഖനം ശശി തരൂരിൻ്റെതായി വന്നിരുന്നു. അത് കോൺഗ്രസിനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തരൂരിനെ കൊണ്ടെത്തിച്ചിരുന്നു. അത് ഒരിക്കൽ കൂടി പരസ്യമായി കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന നടപടിയായി ഈ വിരുന്നിൽ പങ്കെടുത്ത തരൂരിന്റെ നടപടി മാറുകയും രാഷ്ട്രപതി ഭവനിലെ വിരുന്നിനെ പുകഴ്ത്തിയ തരൂർ വലിയ പ്രകോപനം സൃഷ്ടിച്ചു എന്ന് കോൺഗ്രസ് കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമില്ലാത്ത വിരുന്നിൽ പങ്കെടുത്ത തരൂർ സ്വന്തം മനസാക്ഷിയോട് പോലും ആലോചിക്കേണ്ട കാര്യമായിരുന്നു അത് എന്നതാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പാർട്ടിയിലെ നേതാക്കൾക്ക് ക്ഷണം ലഭിക്കാതിരിക്കുകയും അതിൽ നമ്മളെ ക്ഷണിക്കുകയും ചെയ്താൽ അത് മനസാക്ഷിയോട് ചോദിച്ചിട്ട് വേണമായിരുന്നു അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നതാണ് പവൻ ഖേര പറഞ്ഞത്. ക്ഷണിക്കുന്നതിലും ക്ഷണിക്കാതിരിക്കുന്നതിലും രാഷ്ട്രീയമുണ്ടായിരുന്നു ഇവിടെ. അത്തരമൊരു ക്ഷണം സ്വീകരിക്കുന്നവരുടെ മേലും സംശയത്തിന്റെ നിഴലുണ്ട് എന്നതാണ് പവൻ ഖേര ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. There's no invite to both the LOPs, Mr. Kharge and Mr. Gandhi. This comes as a surprise, but I don't think we should be surprised anymore. This government is known to be breaching all protocols. What else to say? Ask the government. So Mr. Shashi Tharoor has just ask Mr. Tharoor. Commented that he's going for it. Ask Mr. Tharoor that if I think all of us who are in the party, if our leaders don't get invited and we get invited, need to question our own conscience and listen to the conscience. The way these invites, politics has been played during inviting or not inviting people, in itself is questionable, and those who accept such an invite is also questionable. അപ്പോൾ ഇതാണ് പവൻ ഖേരയുടെ പരസ്യമായിട്ടുള്ള വിഷയത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന വാക്കുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പാർലമെന്റ് പ്രതിനിധി സംഘത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചത് എന്നതാണ് ഈ വിഷയത്തിൽ തരൂരിന്റെ വാദം. മറ്റ് നേതാക്കളെ വിളിക്കാത്തതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് തരൂർ ആവർത്തിക്കുന്നു. സർക്കാരുമായി സഹകരിക്കുന്നതിന് പ്രത്യയശാസ്ത്രവും നിലപാടുകളും അടിയറവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നതാണ് തരൂരിന്റെ വിശദീകരണം. താൻ കോൺഗ്രസ് എം പി തന്നെയാണ് എന്നതും തരൂർ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസ് എം പി ആയിരിക്കുന്നവർ തന്റെ മനസാക്ഷിയോട് ചോദിക്കണം എന്നതാണ് പവൻ ഖേര അതിന് മറുപടിയായി പറയുന്നതെന്ന് നമ്മൾ കാണണം. അപ്പോൾ മനസാക്ഷിയോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാനെന്ന്. അപ്പോൾ ശശി തരൂരിനെ അത്താഴത്തിന് വിളിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്നതാണ് BJP പറയുന്നത്. കോൺഗ്രസ് നിയോഗിച്ച ആളായതുകൊണ്ട് മാത്രമാണ് വിളിച്ചത്. ശശി തരൂരിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബോധ്യമാകും എന്നും ജോർജ് കുര്യൻ പറയുകയാണ്. അപ്പോൾ അതിനകത്ത് ചില ഒളി സൂചനകൾ കൂടി നൽകിക്കൊണ്ടാണ് ജോർജ് കുര്യൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബവാഴ്ചയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു ശശി തരൂർ. അതൊരു ലേഖനമായിരുന്നു. ആ നടപടി എന്ന് പറയുന്നത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. കോൺഗ്രസിലെ കുടുംബവാഴ്ച നരേന്ദ്രമോദി വലിയ ആയുധമാക്കി എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിലാണ് ശശി തരൂരിന്റെ ലേഖനം വരുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി ഉണ്ടാക്കിയതാണ്. കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ല,
തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നേതാക്കൾ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതൃത്വം ഇതിൽ നൽകിയിരുന്നത്. അപ്പോൾ തരൂർ എഴുതിയ ലേഖനം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ ആയുധമാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും അത് വലിയ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. രാഹുൽ ഗാന്ധിയെയും RJD നേതാവ് തേജസ്വി യാദവിനെയും ഒക്കെ ലക്ഷ്യമിടുന്നതാണ് ലേഖനം എന്നതൊക്കെ BJP ചൂണ്ടിക്കാട്ടി. അങ്ങനെ തരൂരിന്റെ ആ ലേഖനം വലിയ രീതിയിൽ ചർച്ചയായതാണ്, വിവാദമായതാണ്, കോൺഗ്രസിന് അതൃപ്തി ഉണ്ടാക്കിയതാണ്. അതിനു പുറമെ നിരന്തരമായി മോദി സ്തുതി നടത്തുന്ന തരൂരിനെ നമ്മൾ കാണുന്നുണ്ട്. കോൺഗ്രസിന് നേരെ നടത്തുന്ന വിമർശനങ്ങൾ, ഒപ്പം തന്നെ മോദി സ്തുതി, ഇതിനൊക്കെ പിന്നാലെയാണ് കോൺഗ്രസിന് തരൂർ വീണ്ടും ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്. പ്രൊജക്ട് സിൻഡിക്കേറ്റിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന തലക്കെട്ടിൽ തരൂർ ലേഖനം എഴുതിയത്, കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട്. അതിൽ കുടുംബവാഴ്ചയ്ക്കെതിരെ ശക്തമായ വിമർശനം, നെഹ്റു മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ളവരെ ലേഖനത്തിൽ തരൂർ പേരെടുത്ത് വിമർശിക്കുന്നു. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി തരൂർ വന്നത് ഏറ്റവും ഒടുവിൽ രാംനാഥ് ഗോയങ്കെ പ്രസംഗ പരമ്പരയിലെ പ്രഭാഷണം പങ്കുവച്ചുകൊണ്ടായിരുന്നു. അതിൽ മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമാണെന്നും സാമ്പത്തിക വീക്ഷണകോണിൽ മികച്ചതാണ് എന്നുമൊക്കെയായിരുന്നു തരൂരിന്റെ ഒരു അഭിപ്രായ പ്രകടനമുണ്ടായത്. കോൺഗ്രസിനെ വിമർശിച്ച വേദിയിൽ പങ്കെടുത്തതിനെ കുറിച്ചാണ്, അവിടെ മോദി പറഞ്ഞതിനെ കുറിച്ചായിരുന്നു തരൂരിന്റെ ആ പുകഴ്ത്തൽ എന്നതുകൂടി നമ്മൾ ഓർക്കണം. ഏറ്റവും ഒടുവിൽ തരൂര് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉത്തരവാദിത്തം മറന്നു പെരുമാറുന്നു എന്നൊരു വിമർശനം ഉന്നയിച്ചു. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം പ്രാധാന്യം കൊടുക്കുന്നതെന്നായിരുന്നു തരൂരിന്റെ വിമർശനം. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു തരൂരിന്റെ ഈ വിമർശനം വന്നത്. പാർലമെന്റിനകത്ത് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ ബഹളമുണ്ടാക്കി ചർച്ചകളെയും സഭാ നടപടികളെയും ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് പ്രതിപക്ഷം തുടരുന്നത് എന്നതായിരുന്നു തരൂരിന്റെ വിമർശനം. UPA സർക്കാരിന്റെ കാലത്ത് എന്താണോ BJP ചെയ്തത് അതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള ഒരു വിമർശനം തരൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊരു ചൊല്ലറിയാമല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കണമെങ്കിൽ ആരത് ചെയ്യും എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. തരൂർ ഇവിടെ പുകയുകയല്ല, കുറേ നാളായി കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് പറയാം. പക്ഷേ പുറത്താക്കുന്നില്ല. അത് തരൂരിനൊരു ഊർജ്ജമാകും, അവസരമാകും എന്ന് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ആ നടപടിയിലേക്ക് പോകാത്തത്. തരൂരാണെങ്കിൽ പോകാനൊട്ട് തയ്യാറെടുക്കുന്നുമില്ല. ആവർത്തിച്ച് സമാന നിലയിലുള്ള വിമർശനങ്ങളും സ്തുതികളും തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ജോർജ് കുര്യൻ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന സൂചന വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ തരൂരിന്റെ ഒരു കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകും എന്നതിന്റെ സൂചനകളായി നമ്മൾ അതിനെ കാണണം. ഒന്നുകിൽ തരൂർ സ്വമേധയാ അല്ലെങ്കിൽ പാർട്ടികളെ കൊണ്ട് നിർബന്ധിക്കുന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ നീങ്ങുമെന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിലത്തെ വിവാദം നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള വലിയ അപകടം. തലനാരിഴയ്ക്കാണ് 30-ലധികം കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു സ്കൂൾ ബസ് ഉൾപ്പെടെ കൊല്ലം കൊട്ടിയം മൈലക്കാട് ഭാഗത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അകപ്പെട്ടിരുന്നു. അപ്പോൾ ആ വിഷയം, അതിൽ ദേശീയപാത അതോറിറ്റിക്ക് ഉൾപ്പെടെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാഹചര്യങ്ങളൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അശാസ്ത്രീയമായ നിർമ്മാണം അവിടെ ഉണ്ടായത്. അതിനിപ്പോൾ വലിയ വില നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക കൂടിയാണ്. 2 ദിവസത്തിനകം അവിടെ ഗതാഗത യോഗ്യമാക്കും എന്നതാണ് കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ കമ്പനി ഇക്കാര്യം അറിയിച്ചത്. അപകട കാരണം കണ്ടെത്താൻ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനോട് NHAI റിപ്പോർട്ട് തേടി. മന്ത്രിമാരായ KN ബാലഗോപാൽ, ചിഞ്ചുറാണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഇതിൽ ഉയരുമ്പോൾ ഈ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ് എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയും രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് ഇന്ന് ആ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപ്ഡേറ്റ്സ്. അതിന്റെ വിശദമായ വാർത്തയിലേക്ക് നമ്മൾ പോയാൽ, ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം ഈ സമയത്താണ് അവിടെ വലിയ അപകടം ഉണ്ടാകുന്നത്. ആ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന് അപകടം ഉണ്ടാവുകയായിരുന്നു. അശാസ്ത്രീയമായ ഉയരപാതയുടെ നിർമ്മാണമാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. മലപ്പുറം കൂരിയാട് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് കൊല്ലത്തും സംഭവിച്ചത്.
അപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഒരു ഇടപെടൽ എന്ന് പറയുന്നത് കരാർ കമ്പനിയെ 1 മാസത്തേക്ക് വിലക്കിയിരിക്കുകയാണ്. നിർമ്മാണ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. കരാർ കമ്പനിയുടെ പ്രൊജക്ട് മാനേജരെയും റെസിഡന്റ് എഞ്ചിനീയറെയും മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ കമ്പനിയെ 1 മാസത്തേക്ക് വിലക്കിയിരിക്കുന്നു എന്നതാണ് ഉണ്ടായിരിക്കുന്ന തീരുമാനം. ആവർത്തിച്ച് കേരളത്തിൽ നേരത്തെ, മലപ്പുറത്ത്, അതിന് പിന്നാലെ ഇപ്പോൾ കോട്ടയത്ത് ഏതാണ്ട് സമാനമായ നിലയിൽ ഇങ്ങനെ അപകട സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും പാത ഇടിഞ്ഞു പൊളിയുകയും ചെയ്തത് കേന്ദ്രത്തിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അവിടെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു മുഖം രക്ഷിക്കൽ നടപടികളിലേക്ക് കടക്കുന്നത്. അത് കരാർ കമ്പനിയെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനം, കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇവരെ കരിമ്പട്ടികയിൽ പെടുത്താതിരിക്കാനുള്ള കാരണമുണ്ടെങ്കിൽ പറയുക എന്ന ഒരു ഇടപെടലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കരാർ കമ്പനി നേരത്തെ ജില്ലാ കളക്ടറുമായുള്ള യോഗത്തിൽ അറിയിച്ചത് ഡിസംബർ 8-നുള്ളിൽ ഈ പാത ഗതാഗത യോഗ്യമാക്കുമെന്നതാണ്. കരാർ കമ്പനി 2 ദിവസത്തെ സമയം ചോദിക്കുമ്പോൾ NHAI പറഞ്ഞത് ഡിസംബർ 8-നുള്ളിൽ ഇവിടം ഗതാഗത യോഗ്യമാക്കുമെന്ന ഒരു ഉറപ്പാണ് ദേശീയപാത അതോറിറ്റി നൽകിയത്. മൈലക്കാട് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കും. അപകട സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിൽ സംയുക്ത സംഘം പരിശോധന നടത്തും. ഇതിനുശേഷം NHAIയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. നാളെ വൈകിട്ടോടെ സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്ന ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. മറ്റന്നാൾ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം സാധാരണ നിലയിലാക്കും എന്നതുമാണ് അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിക്കുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവിടെ ഗതാഗത യോഗ്യമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. നമുക്കറിയാം ദേശീയപാതയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തു നിന്ന് വടക്കോട്ടും അവിടെ നിന്ന് തെക്കോട്ടും ഒക്കെയുള്ള യാത്രയെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. MC റോഡ് വഴിയൊക്കെ ഗതാഗതം തിരിച്ചുവിടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവിടം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പുനർനിർമ്മാണം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മലപ്പുറത്ത് വയഡക്റ്റ് വഴിയുള്ള നിർമ്മാണമാണ് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ കണ്ടെത്തുകയും പിന്നീട് അങ്ങനെയുള്ള നിർമ്മാണം ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയൊക്കെ നടത്തി വേണം അവിടെ ഇനി ഏത് തരത്തിലുള്ള നിർമ്മാണം എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എത്താൻ. അതിന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾ ആവശ്യമാണ്. ഇപ്പോൾ 2 അംഗ സംഘം ഇതിനോടകം പരിശോധന നടത്തിയെന്ന വിവരം വരുന്നു. കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഈ കത്ത് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തരമായ ഇടപെടൽ ഒപ്പം തന്നെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം മന്ത്രി ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇടപെടുന്നത്. ദേശീയപാത 66 നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനൊപ്പം ഗുണനിലവാരവും സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തണമെന്ന ആവശ്യം കൂടി പൊതുമരാമത്ത് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ അടിയന്തര അന്വേഷണം വേണമെന്നും പൊതുമരാമത്ത് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ആ ഇടപെടലുകളാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം, കൊട്ടിയം, വയലക്കാട് ദേശീയപാത തകർന്നത് കേരളത്തിന്റെ തലയിലിടാൻ ഉള്ള ശ്രമം, അതായത് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ചർച്ചകൾ വരുന്നുണ്ട്. പ്രതിപക്ഷം ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിന്റെ മേൽ ഇടുന്നില്ല ഞങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം, കാരണം സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഇവിടെ നടക്കുന്ന നിർമ്മാണം എങ്ങനെയാണ്, നമുക്ക് ഉതകുന്നതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനോ അക്കാര്യത്തിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തെ ബോധ്യപ്പെടുത്താനോ ഒന്നും ഇവിടെ ശ്രമം നടക്കുന്നില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് അവർക്ക്. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശന മുനയിൽ നിർത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അപ്പോൾ ഈ പാത തകർന്നത് കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ട എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിർമ്മാണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ചിലയിടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നതാണ് അനുഭവം എന്നതാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് നൽകുന്ന മറുപടി. രാജ്യത്തിന്റെ പൊതുനില മാറണം. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പുള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം എന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ്
നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. വി ഡി സതീശൻ പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പല പാലങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ദേശീയപാത. മറ്റൊന്ന് ജോൺ ബ്രിട്ടാസ് എന്ന നിലയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിമർശനമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അതേസമയം കെ എൻ ബാലഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ തകർച്ചയ്ക്ക് കാരണം ഡിസൈനിലെ തകരാറാണ് എന്നതാണ്. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ചതുപ്പ് മണ്ണിൽ അവലംബിക്കേണ്ട ഡിസൈൻ അല്ല ഇവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. സമാന പ്രശ്നമുള്ള മറ്റിടങ്ങളിലും പരിശോധന നടത്തുകയും അവിടെ ആ കാര്യങ്ങൾ മാറ്റി നിർമ്മാണം നടത്തുകയും വേണം എന്ന ഒരാവശ്യമാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. കളക്ടറോട് ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. NHAIയുടെ അതോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷെ NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്, കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഈ റോഡിന് ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി NHന്റെ ഈ ഭാഗത്ത് ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സൈഡിലേക്കുള്ള വഴി ഇപ്പൊ പോകുന്നില്ല, മറു സൈഡാണ് പോകുന്നത്. അപ്പൊ ആ മണ്ണും ഇത്രയും കൂടി നിൽക്കുന്ന സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, മണ്ണ് മാറ്റി അവര് ഈ സ്ഥലം ഈ വെയിറ്റും അപകട രംഗം മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ടാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ NHന്റെ തടസ്സപ്പെടും. അപ്പോ കേന്ദ്രത്തിനാണ് NHAIക്കാണ് ഉത്തരവാദിത്തമെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ സംസ്ഥാന സർക്കാരിനാണ് ഉത്തരവാദിത്തമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ആ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മൾ ഇന്നലെയും കേട്ടു കുഴിയിൽ വീണുള്ള മരണവും മറ്റുമൊക്കെ. എത്രയെത്ര ഇടങ്ങളിലാണ് ഈ പാതകളുടെ പ്രശ്നം മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ ഒരു കണക്ക് തന്നെ എടുത്താൽ മരണനിരക്കിലും ഈ അപകടങ്ങളുടെ എണ്ണത്തിലും കഴിഞ്ഞ 4 വർഷം വലിയ വർധനവ് ഉണ്ടാക്കുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വലിയ ആശങ്കയായി തന്നെ അത് മാറുന്നുണ്ട്. കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം 2025 ഒക്ടോബർ വരെ മാത്രം സംസ്ഥാനത്ത് 41,372 അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളിൽ 3050 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 47,002 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 27,877 അപകടങ്ങളാണ്. അതാണ് ഇങ്ങനെ ക്രമേണ കൂടി ഏതാണ്ട് അതിന്റെ ഇരട്ടിയോളമായി മാറുന്ന സാഹചര്യം. 2024 48,900 അപകടം. അപ്പോൾ 4 വർഷം കൊണ്ട് അപകടങ്ങളുടെ എണ്ണത്തിൽ തന്നെ ഏതാണ്ട് 70% വർധന രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പാതകൾ ശരിയല്ല, വഴിവിളക്കുകൾ ഇല്ല. ഈ പാതകളുടെ നവീകരണം വരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അല്ലെങ്കിൽ അതിന് വഴിതിരിച്ചു വിടാനും അതിനുള്ള ലാൻഡ്മാർക്കുകൾ വെക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കില്ല. നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ നിങ്ങൾ രക്ഷിച്ചോ എന്നതാണ് ഉദ്യോഗസ്ഥരുടെയും അതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെയും നിലപാട്. അങ്ങനെയുള്ള പാതകളിലൂടെ സഞ്ചരിക്കേണ്ടുന്ന ഹതഭാഗ്യരായ മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിന് രക്തസാക്ഷികളായ നിരവധി പേരുണ്ട്. അവിടെയാണ് ഇത്തരം അലംഭാവങ്ങൾ ആവർത്തിച്ച് വരുന്നത്. ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിയുള്ള ആരോപണ പ്രത്യാരോപണമല്ല ഇവിടെ ആവശ്യം. കൃത്യമായി അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ശരിയായ നിലയിലാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്ന് ഉറപ്പാക്കാനുമുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും അത് നിറവേറ്റപ്പെടുകയാണ് വേണ്ടത്. ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ പോലും ഈ നിർമ്മാണത്തിലെ അപാകത മനസ്സിലാക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടാണ് ഇത്രയധികം കോടികൾ നഷ്ടം വരുന്ന നിർമ്മാണം അവിടെ ഉണ്ടാക്കുകയും അത് ജനങ്ങൾക്ക് തന്നെ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യവും ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള അടിയന്തര ഇടപെടലുകളാണ് നമുക്ക് ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ഫോക്കസ് വാർത്തയിലേക്ക് തിരിച്ചെത്താം. എന്നും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളായി സ്ഥിരം ഉണ്ടാകുന്ന ചർച്ചയാണ് ജമാഅത്തെ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ആദ്യഘട്ടത്തിലേക്ക് നീങ്ങാനിരിക്കുന്ന ഘട്ടത്തിലും ജമാഅത്തെയുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വളരെ ശക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ
ഇന്ന് രണ്ടാം ദിവസം മീറ്റ് ദ പ്രസ് പരിപാടികൾ നടക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പലരും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒരു ഘട്ടത്തിലും അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. UDFനുള്ള പ്രചാരണ മെറ്റീരിയലുകൾ തയ്യാറാക്കുന്നതിൽ പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണ് ചെലുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. UDFന്റെ പല വിധത്തിലുള്ള നുണപ്രചാരണങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്നത് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ ആവർത്തിച്ചു വരുന്ന പ്രതികരണങ്ങൾ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ജമാഅത്തെ ബന്ധം ആവർത്തിച്ച് ആളിക്കത്തിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണങ്ങൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയത്. ഭൂരിഭാഗം മുസ്ലിങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി 4 വോട്ടിന് വേണ്ടി UDF സഖ്യമുണ്ടാക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ മതേതരത്വത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി സഖ്യത്തിന് തയ്യാറായിരിക്കുകയാണ് UDFും കോൺഗ്രസും. കേരളത്തിലെ മുസ്ലിം ജനങ്ങളിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ സുന്നി മുജാഹിദാണ്. അത് കഴിഞ്ഞാൽ നാമമാത്രമായ ആളുകളാണ് ബാക്കിയുള്ളത്. അവര് അംഗീകരിക്കാത്ത കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി മറ്റ് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത്. അവരുമായി കൂട്ടുപിടിക്കുക എന്നത് ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. UDFന് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന നയവും രാഷ്ട്രീയവും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും 4 വോട്ടിന് കിട്ടുമെങ്കിൽ അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി അവിശുദ്ധ സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായും UDF വോട്ടിന് വേണ്ടി ഇതുപോലെയുള്ള മതനിരപേക്ഷ നിലപാടുകൾ കളഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു എന്ന വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉന്നയിക്കുന്നത്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്, അതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം സംബന്ധിച്ച്, SDPI ബന്ധം സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഇത്തരം ചർച്ചകൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായ നിലയിൽ ആ വിഷയം സജീവമാക്കി നിർത്തുക എന്നതാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ ആ വിഷയം കൂടുതൽ സജീവമാക്കാൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ സമയം മാറ്റിവെക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഇത് ഇടതുപക്ഷത്തിന്റെ ആകെയുള്ള സമീപനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ MV ഗോവിന്ദനും P രാജീവും M സ്വരാജും ഒക്കെ ഈ വിഷയം സജീവമാക്കി നിർത്തുന്നത് നമ്മൾ കണ്ടതാണ്. UDFിലെ പ്രത്യേകിച്ച് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആശയ സംഹിതയുടെ നേതൃപദവിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും നയിക്കപ്പെട്ടു എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേരളത്തിൽ UDFന് നിലതെറ്റിയ സാഹചര്യമെന്ന് M സ്വരാജ് പറഞ്ഞു. ജമാഅത്തുമായി അപകടകരമായ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് UDF എന്നതാണ് M സ്വരാജ് കുറ്റപ്പെടുത്തിയത്. 3ാമത്തെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു. മതരാഷ്ട്രവാദമാണ് അവരുടെ അജണ്ട. ഇത് മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നിലപാടാണ് എന്നതൊക്കെയായിരുന്നു അദ്ദേഹം ഉയർത്തിയ വിമർശനം. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ മത്സരിക്കുന്നതെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ P രാജീവ് വിമർശിച്ചത്. LDF തൃപ്പൂണിത്തുറ നഗരസഭ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ വലിയ വിമർശനം വരുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് മത്സരിക്കുന്ന UDFന്റെ രാഷ്ട്രീയ നിലപാടുകൾ നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ലീഗിന്റെ രാഷ്ട്രീയത്തെ ജമാഅത്തെ ഇസ്ലാമി നിർണ്ണയിക്കുന്നതിലൂടെ UDFന്റെ മതനിരപേക്ഷ നിലപാടിൽ മാറ്റമുണ്ടാവുകയാണ് എന്നതാണ് P രാജീവ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നിരന്തരം നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ മറ്റിടങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 42 വർഷം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തിയത് CPM ആണ് എന്നതാണ് ഈ വിഷയത്തിൽ UDF ചൂണ്ടിക്കാട്ടുന്ന കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഹിറ സെന്ററിൽ നിത്യസന്ദർശകരായിരുന്നു CPM നേതാക്കൾ എന്നതാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ കൂടെ കൂട്ടിയാൽ നല്ലതും കോൺഗ്രസിനൊപ്പം ചേർന്നാൽ വർഗീയ പാർട്ടിയുമാകും എന്നതാണ് CPMന്റെ നയം. അപ്പോൾ ആ കാപട്യം തുറന്നു കാട്ടുക എന്നതാണ് UDF പതിവ് പോലെ ഇവിടെ ചെയ്യുന്നത്. കാപട്യത്തിന്റെ പര്യായമാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അതാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്.
അവിടെ അന്നെടുത്ത നിലപാടിൽ നിന്ന് വി ഡി സതീശൻ പിന്നോട്ടുണ്ടോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും വി ഡി സതീശന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം കണ്ടതിന് ശേഷം തിരിച്ചെത്താം. 1977 മുതലാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സംഘടന. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM-നാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 വരെ, അതായത് 42 വർഷക്കാലം അവർ LDF-ന്റെ കൂടെ, CPM-ന്റെ കൂടെ. എന്നിട്ട് മുഖ്യമന്ത്രി വന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഒരു ബന്ധമില്ല എന്ന് ഇന്ന് രാവിലെ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്ററിൽ താങ്കളും CPM നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? അപ്പോൾ ആ കാപട്യം തുറന്നു കാട്ടാനുള്ള തെളിവുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് വി ഡി സതീശൻ പ്രദർശിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണോ എന്ന് പരിശോധിക്കാറില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് എന്നതാണ് ഈ വിഷയത്തിൽ അടൂർ പ്രകാശ് പറയുന്നത്. അവിടെ അപ്പോൾ ഒരു മൃദു സമീപനം ഇപ്പോഴും ആ വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ട് എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെ LDF-നെ പ്രതിരോധിക്കുക എന്നതാണ് അടൂർ പ്രകാശ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇപ്പൊ ഇന്ന ആള് വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണോ അത് പരിശോധിക്കാറില്ല. അങ്ങനെ പരിശോധിക്കാറില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും. അപ്പോ മതനിരപേക്ഷ നിലപാട് UDF കളഞ്ഞു കുളിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ജമാഅത്തെ ബന്ധം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷം ആരോപിക്കുന്നത്. അതേസമയം ഇടതുപക്ഷവും ജമാഅത്തെയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ടിട്ടുള്ള കാലയളവുകൾ, സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാൻ UDF-ഉം ശ്രമിക്കുന്നു. ന്യൂനപക്ഷ വോട്ടാണ് ഇരു കൂട്ടരും ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലെയും പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം, സ്വർണ്ണ കവർച്ച വിഷയം എന്നതിനൊപ്പം തന്നെ ജമാഅത്തെ ബന്ധവും ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നു. അത് കൂടുതൽ ചർച്ചയിലേക്കും മുഖ്യധാരയിലേക്കും കൊണ്ടുവരികയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരും അതുതന്നെ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നാണ് UDF ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ വോട്ട് വേണമെന്നത് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റുവാങ്ങിയ വാർത്താ പ്രേക്ഷകർ കണ്ടിരിക്കും. വാഷിംഗ്ടണിലെ ലോകകപ്പ് മത്സരക്രമ പ്രഖ്യാപന ചടങ്ങിലാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി അടുത്ത വർഷം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതിന്റെ ക്രമം നിശ്ചയിക്കലായിരുന്നു പ്രധാനപ്പെട്ട ചടങ്ങ്. അവിടെയാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്ന വാഷിംഗ്ടണിലെ കെന്നഡി സെന്ററിലായിരുന്നു ഈ സമാധാന പുരസ്കാര ദാനം കൂടി നടന്നത്. ലോക സമാധാനത്തിന് നടത്തിയ ശ്രമങ്ങൾക്കാണ് അംഗീകാരം എന്നതാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ട്രംപിന്റെ ഈ പുരസ്കാരം നേട്ടത്തെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ നടത്തിയ ഇടപെടൽ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ മറുപടി പ്രസംഗം. ഫിഫ പുരസ്കാരം ഏർപ്പെടുത്തിയതിലും ആദ്യ പുരസ്കാരം ട്രംപിന് നൽകിയതിലും വലിയ വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സമാധാന നൊബേൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത വ്യക്തിയാണ് ട്രംപ്. പുരസ്കാര ലബ്ധിയിൽ ഇപ്പോൾ ട്രംപ് പ്രകടിപ്പിക്കുന്ന സന്തോഷം എത്രമാത്രം സമാധാനത്തിനായുള്ള പുരസ്കാരം അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് ഈ പുരസ്കാരം എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പുരസ്കാരങ്ങൾക്കപ്പുറം ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ട്രംപ് പറയുന്നു. കോങ്കോ ഒരു ഉദാഹരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 10 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അത് തടയാൻ സഹായിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നേട്ടമാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ട്രംപ് ആവർത്തിച്ച് പറയുന്ന ഒരു നുണയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്നത് ഇന്ത്യ ഇതുവരെ അംഗീകരിക്കാത്ത വിഷയമാണ്. അതും ട്രംപ് ആ പുരസ്കാര വേളയിൽ അവിടെ സ്മരിക്കുകയാണ്. നിരവധി സംഘർഷങ്ങൾ അവസാനിപ്പിച്ചു, അത് ഇന്ത്യ പാക് ഉൾപ്പെടെ നിരവധി സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. പല സംഘർഷങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നതും നേട്ടമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു.
prize. This is your peace prize. There is also a beautiful medal for you that you can wear everywhere you want to go. Right now. Okay, let me hold. Fantastic. Excellent. അപ്പോൾ നമുക്ക് ആ പുരസ്കാരം കാണാം. നമുക്ക് ലോകത്തെ കൈകളിൽ ഇങ്ങനെ താങ്ങി നിർത്തുന്നതായി ചിത്രീകരിക്കുന്ന ട്രംപിന്റെ പേര് ആലേഖനം ചെയ്ത സ്വർണ്ണ ട്രോഫിയും മെഡലും ഒക്കെയാണ് സമ്മാനമായി ട്രംപിന് ലഭിച്ചത്. അസാധാരണവും അവിസ്മരണീയവുമായ സമാധാനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കാണ് ഫിഫയുടെ ഈ സമാധാന സമ്മാനം നൽകുന്നതെന്ന് ഇൻഫന്റീനോ കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടും സമാധാനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ച ശക്തവും ദൃഢവുമായ നടപടികളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് അദ്ദേഹത്തെ എന്നും ഫിഫ പ്രസിഡന്റ് പറയുന്നു. വിവിധയിടങ്ങളിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരാൻ സഹായിക്കുന്ന വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകാൻ ഫിഫ ആഗ്രഹിക്കുന്നത്. ഫിഫയുടെ ആദ്യത്തെ പുരസ്കാരമാണ് ഇത്. ഫുട്ബോൾ നാളുകളെ ഒരുമിപ്പിക്കാൻ കഴിയുമെന്നും സമാധാനം എല്ലാവരും പ്രവർത്തിക്കേണ്ട ഒന്നാണ് എന്നതും ഇൻഫന്റീനോ പറയുന്നുണ്ട്. ട്രംപിന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ. ഗാസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച ട്രംപിന് നൊബേൽ പുരസ്കാരം ലഭിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് ഇൻഫന്റീനോ. അപ്പോൾ അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന നിലപാടാണ്. ഇപ്പോൾ ഈ പുരസ്കാരം ട്രംപിന് ലഭിക്കുമ്പോൾ അതൊരു വലിയ വിവാദത്തിന് കൂടി വഴിവെക്കുന്നുണ്ട്. കായിക രാഷ്ട്രീയ മേഖലകളിൽ പുരസ്കാര പ്രഖ്യാപനം വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 5 ബില്യണിലധികം ഫുട്ബോൾ ആരാധകരുടെ പേരിലാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് ഫിഫ ഊന്നി പറയുന്നത്. എന്നാൽ ആഗോള ഫുട്ബോൾ മത്സരങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്നതിനെ വലിയ വിമർശനം ഉയരുകയാണ്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് സമാധാന നൊബേൽ കിട്ടിയത് ഏറ്റവും ഒടുവിൽ. അത് ട്രംപ് ആഗ്രഹിച്ചിരുന്ന വലിയ പുരസ്കാരമായിരുന്നു. അതാണ് വഴിമാറിപ്പോയത്. അവിടെയാണ് ട്രംപിന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരു പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അന്ന് ട്രംപിനെ പരസ്യമായി പിന്തുണച്ചു വന്ന വ്യക്തിയാണ് ഇൻഫന്റീനോ. ഫിഫ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസം ഈ ഇൻസ്റ്റഗ്രാമിൽ ട്രംപ് ഈ പുരസ്കാരം അർഹിക്കുന്നു എന്ന് ഇൻഫന്റീനോ കുറിച്ചിരുന്നു. അപ്പോൾ അതിന്റെ സൂചനകൾ നേരത്തെ തന്നെ വന്നതാണ്. ഇപ്പോൾ അഡ്വക്കസി ഗ്രൂപ്പായ ഫെയർ സ്ക്വയർ ഫിഫയിലെ മിസ് ഗവേണൻസിന്റെ ഉദാഹരണമാണ് ഈ പുരസ്കാര പ്രഖ്യാപനം എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഫിഫയെ റീഓർഗനൈസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നതും അവർ വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഡയറക്ടർ മിക്കി വോർഡർ പറയുന്നത്, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയെന്നതിൽ ഫിഫ വ്യക്തത വരുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പ്രോസസ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. മറ്റ് നോമിനികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ജഡ്ജിംഗ് പോലും നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫിഫയുടെ പ്രതികരണം അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആതിഥേയ രാജ്യങ്ങളുടെ നേതാക്കളുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ലോക ഫുട്ബോളിന് അമേരിക്ക ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമാണ് ഇത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഫിഫയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിന് വേണ്ടി ട്രംപിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുരസ്കാരമാണ് ഇന്നലെ ഫിഫ നൽകിയതെന്ന സംശയം ആണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ട്രംപിന്റെ ഫ്രണ്ടിനെ ഉപയോഗപ്പെടുത്തിയതാണോ അതോ ട്രംപിന്റെ ഫ്രണ്ടിന്റെ ദാനമാണോ എന്തായാലും അറിയില്ല. ട്രംപ് ഹാപ്പിയാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമായി ഇത് ട്രംപ് കാണുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.